ഫുഡിലെ മറ്റൊരു റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചോറിനോടൊപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള 3 കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ 3 റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 റെസിപ്പിയും കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ വളരെ കുക്കിംഗ് കുറഞ്ഞിട്ട് ഈസി ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി ഒന്ന് തട്ടിക്കൂട്ടാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ കുട്ടി റെസിപ്പിക്ക് വേണ്ടത് കുറച്ച് തൈരാണ് ആദ്യം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഈ 1.5 കപ്പ് തൈര് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ തേങ്ങയാണ്. അപ്പം ഞാൻ ഈ പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 5-6 വെണ്ടയ്ക്ക ചേർത്തുകൊണ്ടുള്ള കറി ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയാണ്. തേങ്ങയുടെയും തൈരിൻ്റെയും മിക്സ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുകും ഉഴുന്ന് പരിപ്പും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മൂപ്പിച്ചെടുത്തതിലേക്ക് കുറച്ച് കറിവേപ്പില, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞതുപോലെ 5 വെണ്ടയ്ക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതെല്ലാം ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തിനൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് ഈ വെണ്ടയ്ക്ക ഒന്ന് വേകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വെണ്ടയ്ക്കയുടെ സൈസ് തീരെ ചെറുതാക്കാൻ നിൽക്കണ്ട, എങ്കിൽ നമ്മുടെ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിന് തന്നെ വെണ്ടയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കറുത്ത് പോകുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെണ്ടയ്ക്ക ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇനി ഈ മിക്സ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തൈരിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ 1-2 സാധനം നമുക്ക് റോ ആയിട്ട്, അതായത് വേവിക്കാതെ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളിയുടെ സീഡ്സ് ഒക്കെ കളഞ്ഞിട്ട് ആ റെഡ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരല്പം സവാളയും കുറച്ച് മല്ലിയിലയും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേർഡ് പച്ചടി അഥവാ തൈര് പച്ചടി വെണ്ടയ്ക്ക ചേർത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ഇഷ്ടമാവും എല്ലാവർക്കും. തൈര് ഇഷ്ടമാവുന്ന എല്ലാവർക്കും ഈ കറി ഒത്തിരി ഇഷ്ടമാവും. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. വളരെ ഈസി ആയിട്ട് ബീറ്റ്റൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ചാറ് കറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ആന്ധ്ര സ്റ്റൈൽ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അത്യാവശ്യം പുളിയും എരിയും ഒക്കെ അടങ്ങിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ബീറ്റ്റൂട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബീറ്റ്റൂട്ട് പീസസ് ആക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന കടായിക്ക് നിറച്ച് തന്നെ ചാറ് വരുന്ന രീതിയിൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ബീറ്റ്റൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു കടായിക്ക് നിറച്ച് ആ ചാറുകറി കിട്ടുന്നതാണ്. അപ്പോൾ ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കടുക് താളിക്കാനായിട്ട് ആദ്യം ചുവന്ന വറ്റൽമുളകും കറിവേപ്പിലയും കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടച്ച് വയ്ക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, മറ്റ് ബർണേഴ്സിലൊക്കെ ഇട്ടൊക്കെ നമ്മുടെ ഈ കടുകൊക്കെ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും ആ എണ്ണമയം തെറിച്ച് വീഴാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് അടച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതിനുശേഷം അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയൊരു സവാള ചേർത്ത് കൊടുത്തത്. അപ്പോൾ സവാള കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആ സവാള അത്യാവശ്യം ഒന്ന് നമുക്ക് സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സവാള ഇവിടെ കുക്കാവുന്ന ടൈം കൊണ്ട് ഞാനിവിടെ ബീറ്റ്റൂട്ട് അത്യാവശ്യം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി ഈ അരച്ചെടുത്തത് ഒന്ന് അരിച്ചിട്ട് വേണം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് തൽക്കാലം ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ തിരിച്ചിവിടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും സവാള അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കൊറിയാണ്ടർ അതായത് മല്ലിപ്പൊടി. അതുപോലെ തന്നെ അത്യാവശ്യം എരിവുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ വലുപ്പത്തിന് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയെടുത്ത് ചൂടുവെള്ളത്തിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചേർക്കേണ്ടത് നേരത്തെ അരച്ച് മാറ്റി വെച്ച ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഒട്ടും തന്നെ ആ ഫൈബറൊന്നും ഇല്ലാണ്ട് ഞാൻ ആ ജ്യൂസ് മാത്രം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് മാത്രം ചേർത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇല്ല നല്ല കട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യുന്നത് ബീട്രൂട്ട് രസമാണ്. അപ്പോൾ രസമായതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കുറുക്കി കട്ടിയാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രസത്തിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ, ഒരുമാതിരി വാട്ടറി കൺസിസ്റ്റൻസി അല്ലേ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ നേരത്തെ ബീട്രൂട്ട് വേവിച്ചെടുത്ത വെള്ളത്തിൽ തന്നെ ഞാൻ അരച്ചെടുത്തപ്പോഴത്തേക്കും തന്നെ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ 1 ടീസ്പൂണ് പെപ്പർ പൗഡർ അതായത് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല മണത്തിന് ആവശ്യത്തിനുള്ള കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ 1 കുടം വെളുത്തുള്ളി അതായത് 1 വെളുത്തുള്ളി മുഴുവൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വലുപ്പത്തിനുള്ള വെളുത്തുള്ളി മുഴുവൻ എടുത്തിട്ടുണ്ട്. കല്ലിൽ വെച്ച് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ വെളുത്തുള്ളി ചേർക്കുന്നത് ആ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. മല്ലിയിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെക്ക് ചെയ്യാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫൈനലായിട്ട് നമുക്കൊന്ന് ഉപ്പ് കൂടെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടാങ്കി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ബീട്രൂട്ട് രസമാണിത്. അപ്പോൾ സാധാരണ തക്കാളി രസത്തിനെക്കാളും ഒരു പ്രത്യേക തന്നെ ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെന്നും തക്കാളി രസമൊക്കെ ട്രൈ ചെയ്ത് മടുത്തിരിക്കുന്നവർക്ക് പറ്റിയൊരു വേരിയേഷൻ ആയിരിക്കും ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൂന്നാമത്തെ റെസിപ്പി തക്കാളി യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു ചാറ് കറിയാണിത്. അതിനായിട്ട് ആദ്യം ഞാനിവിടെ കടുക് താളിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് താളിക്കാനായിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടെ ചേർത്ത് ഞാൻ കടുക് താളിച്ചെടുക്കുവാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരേ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതുകൂടെ റെഡിയായി കഴിഞ്ഞാൽ അര സവാള എടുത്ത് 2 പച്ചമുളകും കീറിയിട്ടതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ വളരെ ഈസി റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞ് വളരെ ചെറിയ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കഴിയുമ്പോഴത്തേക്കും ഞാനതിലേക്ക് നല്ല പഴുത്ത 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തക്കാളി നല്ലപോലെ സോഫ്റ്റായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള ഒരു അരപ്പ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ അരപ്പ് ആക്ച്വലി നിർബന്ധമുള്ളതല്ല, ഓപ്ഷണലാണ്. ഈ തേങ്ങയുടെ അരപ്പ് ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ കുറച്ചൊരു കട്ടിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങയും അതിലേക്ക് ഒരു അല്പം ജീരകപ്പൊടിയും തേങ്ങയ്ക്ക് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നത് കൊണ്ട് മാത്രം കുറച്ച് ചൂടുവെള്ളവും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ സാധാരണ നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ ചൂടുവെള്ളം ചേർക്കണമെന്നില്ല. അപ്പോൾ അത് കണ്ടിന്യൂ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് തിരിച്ച് തക്കാളിയുടെ മിക്സ് എന്തായെന്ന് നോക്കാം. അപ്പോൾ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഉടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ 2 പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതായത് ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എരിവിന് പാകത്തിന്, അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിനാണ് എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചേർത്തതിന് ശേഷം ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ തേങ്ങയുടെ അരപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ടൈമിൽ തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ നമുക്കിതിലേക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ തൈര് മാത്രം ചേർത്ത തക്കാളി മോര് കറിയുടെ റെഡിയാവും. അപ്പോൾ ഞാനിവിടെ ഒരു അല്പം തേങ്ങ കൂടെ, അതായത് 2 സ്പൂണ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുമിളകളൊന്ന് വന്നാൽ മതിയാകും. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തൈര് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ ഇഷ്ടമുള്ളൊരു തേങ്ങ ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി തന്നെ നമുക്കിതിലേക്ക് തൈര് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫ്ലെയിമൊന്നുമില്ല, ഓൾറെഡി എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിനോടൊപ്പം ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫൈനലി ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. 3 കറി റെസിപ്പീസും ഒരുപോലെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡെയിലി ചെയ്തെടുക്കാൻ പറ്റുന്ന കറീൻ്റെ റെസിപ്പീസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിൽ വരുന്നതാണ്.